തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയാ പിഴവിൽ നഷ്ടപരിഹാരം തേടി സുമയ്യ കോടതിയിലേക്ക് വീഴ്ച സമ്മതിച്ചതല്ലാതെ ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണ് ആരോപണം. നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് സുമയ്യ വ്യക്തമാക്കി. ഇന്ദുലേഖയുണ്ട്. ഇന്ദു, വിവരങ്ങൾ. രതീഷ്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു ഈ ശസ്ത്രക്രിയാ പിഴവിന്റേത്. 2023 മാർച്ച് മാസം 15-ാം തീയതിയാണ് ഈ സുമയ്യ ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത് തൈറോയിഡിന്റെ ഒരു ഓപ്പറേഷന് വേണ്ടി. 5 ദിവസങ്ങൾക്ക് ശേഷം ഇവരുടെ ഓപ്പറേഷനും കഴിഞ്ഞിരുന്നു. അതിനുശേഷം പിന്നീട് നടത്തിയ ഒരു സ്കാനിങ്ങിലാണ് 50 സെന്റിമീറ്ററോളം നീളമുള്ള ഒരു ഗൈഡ് വയർ ഇവരുടെ നെഞ്ചിനുള്ളിൽ കുരുങ്ങിയിരിക്കുന്നതായി കണ്ടെത്തുന്നത്. അത് ഡോക്ടർക്ക് സംഭവിച്ച ഒരു പിഴവാണെന്ന് ഡോക്ടർ തന്നെ സമ്മതിച്ചിരുന്നു. ശേഷം പിന്നീട് പല ആശുപത്രികളിലും കയറിയിറങ്ങി ഇത് എങ്ങനെയും നീക്കം ചെയ്യാൻ സാധിക്കുമോ എന്ന് ഈ ഡോക്ടർ അടക്കമുള്ളവർ അന്വേഷിച്ചിരുന്നു. പക്ഷെ സാധിക്കാത്ത ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ദിവസം വരെ ആ ഒരു ഗൈഡ് വയറും ശരീരത്തിൽ കൊണ്ടാണ് ഈ സ്ത്രീ നടക്കുന്നത്. അങ്ങനെ ഇരിക്കെ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനും അടക്കമുള്ളവർക്ക് ഇവർ പരാതി നൽകിയിരുന്നു. പക്ഷേ യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായില്ല. ഇവർ ആഗ്രഹിക്കുന്നത് പോലെ ഒരു സർക്കാർ ജോലിയോ അല്ലെങ്കിൽ നഷ്ടപരിഹാരമോ നൽകാൻ ഇതുവരെ സർക്കാരോ ആരോഗ്യമന്ത്രിയോ ഒന്നും തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സുമയ്യ കേസുമായി മുന്നോട്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള നടപടിക്രമങ്ങൾ ഉടൻ തന്നെ സ്വീകരിക്കുമെന്ന് സുമയ്യയും കുടുംബവും അറിയിച്ചിരിക്കുകയാണ്. രതീഷ്, ഇന്ദുലേഖ രേണുവാണ് തിരുവനന്തപുരത്ത് വിശദമായി ആ വിവരങ്ങൾ നൽകിയത്.